വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വിവരിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് യുവാവായിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രതിസന്ധി ഇതാണ്: അദ്ദേഹം തന്നെ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി, തൻ്റെ ആത്മാവ് എന്നേക്കുമായി നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, തൻ്റെ ആത്മാവിന് ഇനി രക്ഷയില്ല, ആത്മാവ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിലുള്ള ഒരു ചിന്ത. അങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് ഭയം കടന്നു വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് മാനസികമായ ചില വിഭ്രാന്തികളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് ജീവിതയാത്ര തുടരുകയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കാത്ത വിധത്തിൽ എപ്പോഴും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ താൻ സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വിഷമിച്ച് ഫ്രാൻസിൽ ഇങ്ങനെ തെരുവിലൂടെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ദേവാലയം കണ്ടു. ആ ദേവാലയത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: അവർ ലേഡി ഓഫ് ഡെലിവറൻസ്, വിടുതലിൻ്റെ മാതാവിൻ്റെ ദേവാലയം. ആ ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈശോ എനിക്ക് ഒരു അവസരം തന്നിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ആ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പുറകിലായിട്ട് അവർ ലേഡി ഓഫ് ഡെലിവറൻസ്, ഒരു ബ്ലാക്ക് മഡോണ പോലെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്യു അവിടെയുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എന്ത് ചെയ്തു? ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടെ ആ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു: പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തെ നീ സഹായിക്കുക, എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുകയാണ്, തേങ്ങുകയാണ്, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, എന്നെ ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവസ്നേഹത്തിനെതിരായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവം തന്നെ സ്നേഹിക്കുന്നില്ല എന്നും തൻ്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഒരു ഇടപെടൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ആ കണ്ണുനീര് കണ്ട്, പ്രാർത്ഥന കണ്ട്, തൻ്റെ മകൻ്റെ ആ വേദന കണ്ട് സഹായിക്കുകയും അത്ഭുതകരമായ ജ്ഞാനം കൊണ്ട് നിറയുകയും, ദൈവം ശിക്ഷിക്കുന്നവനല്ല മറിച്ച് കരുണ കാണിക്കുന്നവനാണോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയും, ആ നിമിഷം തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അത്ഭുതകരമായി ആ സംശയത്തിൽ നിന്ന്, അത്തരം ചിന്തകളിൽ വിടുതൽ പ്രാപിക്കുകയും, പിന്നീട് സ്പിരിച്വൽ ലൈഫിൽ ക്ലാസിക്കൽ ബുക്കായ ട്രൂ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ട്രീറ്റി അദ്ദേഹം എഴുതുകയും ചെയ്തു. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സംശയങ്ങളുടെ കരിനിഴലുകളും രൂപപ്പെട്ടേക്കാം. നമ്മുടെ ജീവിതത്തിൽ പല സംശയങ്ങളുടെയും കാർമേഘങ്ങൾ ആത്മീയ ജീവിതത്തിൽ രൂപപ്പെട്ടേക്കാം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നിരാശപ്പെട്ട് ദുഃഖിതരായി നമ്മൾ ആത്മീയ ജീവിതത്തോട് വിട പറയാതെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ ജീവിതത്തിൻ്റെ അധ്യാപികയായ പരിശുദ്ധ മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ആ അമ്മയോട് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി സഹായം അപേക്ഷിച്ചാൽ ആ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കുവാൻ സാധിക്കും. അവർ ലേഡി ഓഫ് ഡെലിവറൻസ്, അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള ആ വിടുതലിൻ്റെ മാതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന് വിടുതൽ കൊടുത്ത് അദ്ദേഹത്തെ ആത്മീയ ജീവിതത്തിൽ വളർത്തുക മാത്രമല്ല, ഒരു പുരോഹിതനാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ ഒരു ബിഷപ്പാക്കി മാറ്റുകയും അദ്ദേഹത്തെ തിരുസഭയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനായി, ഡോക്ടർ ഓഫ് ദ ചർച്ചായി ഉയർത്തുകയും ചെയ്തുവെങ്കിൽ ആ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും സഹായിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. മാതാപിതാക്കന്മാർ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങൾക്ക് ചില സംഘർഷങ്ങൾ ഉള്ളതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അവർ ചില ഡിപ്രഷനുകൾക്ക് അടിമപ്പെടുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെയോ സംഘർഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും ബൈപ്പാസ് ചെയ്ത് വിടാതെ, ഇഗ്നോർ ചെയ്യാതെ അത്തരം സാഹചര്യങ്ങളിൽ മക്കളെ ആത്മീയമായി കൈകളിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജീവിതത്തിലെ ഈ സംഭവം നമ്മോട് പറയുക. അതുകൊണ്ട് നിരാശപ്പെടാതിരിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നീറുന്ന നൊമ്പരങ്ങളെയും നീറുന്ന വിഷമസന്ധികളെയും സഹായിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. വിശുദ്ധ
ഫ്രാൻസിസ് ഡി സാലസ് പരിശുദ്ധ അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ വളർന്നിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയും ആ അമ്മയുടെ സഹായം ചോദിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്നു കൊണ്ട് എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച പരിശുദ്ധ അമ്മ നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായി ഇറങ്ങി വരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് അത് വിട്ടുകൊടുക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധ അമ്മയോട് നമുക്കതിനായി സഹായം അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.